ചില വിശ്വാസ സത്യങ്ങൾ കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവന്. നീതിമാന്മാരും കഷ്ടപ്പെടുന്നു. നമ്മിൽ പലരും മറ്റുള്ളവർക്ക് വരുന്ന അധമസ്ഥിതികളും പ്രയാസങ്ങളും കണ്ടിട്ട് അവരെ കുറ്റപ്പെടുത്തുവാൻ വകയില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിച്ച് അതിൻ്റെ ഫലമായുള്ള ദൈവകോപമാണ് ഈ സന്തതികൾ അനുഭവിക്കുന്നതെന്ന് ചിത്രീകരിക്കാറുണ്ട്. ഇപ്രകാരം പ്രവൃത്തികൾക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണോ മനുഷ്യൻ ഭൂമിയിൽ പൂർവികരുടെ പാപനിമിത്തമാണോ കഷ്ടപ്പെടുന്നത്? ഇതിന് ഉള്ള വേദശാസ്ത്രപരമായ പഠിപ്പിക്കൽ എന്താണെന്ന് ചിന്തിക്കാം. അവൻ്റെ ശിഷ്യന്മാർ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടിട്ട് ഇവൻ കുരുടനായി പിറക്കുവാൻ വിധം ആര് പാപം ചെയ്തു? ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണ് ഇപ്രകാരം ഇടയായത് എന്ന് യേശുവിനോട് ചോദിച്ചതിന് അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരിലും ആരും പാപം ചെയ്തിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് ആയിരുന്നു എന്നാണല്ലോ യേശു മറുപടി കൊടുത്തത്. അതുപോലെ തന്നെ ഗലീലാക്കാരുടെ മരണത്തെക്കുറിച്ചും ശീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആൾക്കാരെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ അവർ എല്ലാവരും പാപികൾ ആയിരുന്നോ എന്നും യേശു പറയുന്നതിനാൽ നീതിമാന്മാർക്കും ഈ ഭൂമിയിൽ കഷ്ടപ്പാടുള്ളതായി നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകന്മാർക്ക് വിപത്തുകൾ നേരിടാറുണ്ട്. വിശുദ്ധന്മാർക്കും വിനകൾ ഭവിക്കാറുണ്ട്. മാതൃകാ പുരുഷന്മാർക്കും ആപത്തുകൾ വരാറുണ്ട്. നീതിമാന്മാർക്ക് ദുഷ്ടന്റെ പ്രവൃത്തിക്ക് യോഗ്യമായത് ഭവിക്കുന്നു. ദുഷ്ടന് നീതിമാന്റെ ഫലവും ലഭിക്കുന്നു എന്ന് ശലോമോൻ പറയുന്നതായി കാണാം. എല്ലാം മായയത്ര എന്നാണ് ശലോമോൻ നിർവചിച്ചിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും, പാപിയും നല്ലവനും, ആണയിടുന്നവനും ആണയിടാൻ പേടിക്കുന്നവനും ഒരുപോലെ എല്ലാവർക്കും ഒരേ ഗതി വരുന്നു. ഇതിനൊരിക്കലും നാം പൂർവികരുടെ പ്രവൃത്തി ദോഷത്തെ കണക്കിലെടുക്കരുത്. ശരിയായ മാനദണ്ഡമായിരിക്കുകയില്ല അത്. യഹോവയുടെ അരുളപ്പാട് യെഹെസ്കേൽ പ്രവാചകന് ഉണ്ടായത് അപ്പന്മാർ പുളിച്ച മുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് പറയുന്ന പഴഞ്ചൊല്ല് ഇനിമേൽ പറയുവാൻ ഇടവരികയില്ലെന്ന് പഠിപ്പിക്കുന്നതിൽ നിന്നും മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളെല്ലാം പൂർവികരുടെ പാപത്തിൻ്റെ ഫലമാണെന്ന ധാരണ നാം ഒരിക്കലും പ്രചരിപ്പിച്ചുകൂടാ. പിതാക്കന്മാർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണെന്നും അതിനെ വിലയിരുത്താൻ നമുക്ക് കഴിയുകയില്ല. എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയം തന്നെ എന്ന് മനസ്സിലാക്കാം. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും അതുപോലെ തന്നെ മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. അതിനാൽ ഒരുവന് സമൃദ്ധിയുടെ കാലമുണ്ടാകുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാകുന്നു. മെനഞ്ഞവനോട് നീ ഇങ്ങനെ എന്നെ ചമച്ചത് എന്തിനെന്ന് ചോദിക്കുവാൻ പറ്റുമോ? മൺപാത്രം നിർമ്മിക്കുന്ന കുശവൻ ഒരു പാത്രം ബഹുമാനത്തിനും ഒരു പാത്രം അപമാനത്തിനും തക്കവണ്ണം ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അവന് അധികാരം ഇല്ലയോ എന്ന് പൗലോസ് റോമർ 9:20 കാണുന്നു. മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന കുശവൻ കലം നിർമ്മിക്കുന്നതിൽ നമ്മൾ കഞ്ഞി വയ്ക്കുന്നതിനും വെള്ളം നിറയ്ക്കുന്നതിനും അങ്ങനെ നല്ല വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ അയാളുടെ കൈകൊണ്ട് തന്നെ കോളാമ്പിയും നിർമ്മിക്കുന്നു. അതിൽ നമ്മൾ വിസർജ്യ വസ്തുക്കൾ, ഛർദിലും തുടങ്ങിയ വിസർജ്യ വസ്തുക്കൾ എടുക്കുകയും ചെയ്യുമ്പോൾ കോളാമ്പിക്ക് കുശവനോട് പരാതിപ്പെടുവാൻ ഒക്കുമോ എന്ന പോലെ
ദൈവത്തിൻ്റെ കരങ്ങളാൽ നാം ആയിത്തീരുന്ന രോഗാവസ്ഥയെക്കുറിച്ച് പരാതിപ്പെടാൻ നമുക്ക് പറ്റുമോ? നിന്റെ ദൈവമായ യഹോവ നിന്നെ തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച് അറിയുവാനായി നിങ്ങളെ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയത് നിങ്ങൾ ഓർക്കണം. ആവർത്തനം 8:2. പുതിയ നിയമത്തിലും ഇപ്രകാരം പറയുന്നു: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ ജീവിത കാലം നല്ലത് ആയി ജീവിച്ച് ജീവന്റെ കിരീടം പ്രാപിക്കുന്നു. യാക്കോബ് 1:12. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പർദീസായിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും. വെളിപാട് 2:7. അതിനാൽ ഈ വിരുന്നിൽ ആരാണോ ആതിഥേയനോട് ഏറ്റവും അടുത്തിരിക്കുന്നത്, തിന്മയുടെ അങ്കി അവനായിരിക്കും അധികം ലഭിക്കുന്നത്. കാരണം അഗ്നിയുടെ മധ്യത്തിലാണ് രാജാവ് മേശയൊരുക്കിയിരിക്കുന്നത്. മരുഭൂമിയിൽ ആവണക്കിൻ്റെ തണലിൽ പാർത്തിരുന്ന യോനാ പ്രവാചകന് ആവണക്ക് വാടിയപ്പോൾ തണൽ നഷ്ടപ്പെട്ടു. ആ സമയത്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലതെന്ന് ചിന്തിച്ച പ്രകാരം നാം ഒരിക്കലും പ്രതിബന്ധങ്ങൾ വരുമ്പോൾ അപ്രകാരം ചിന്തിക്കരുത്. ദൈവത്തിൽ ആശ്രയമുള്ളവരായി നാം കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. അതിനെയൊക്കെയും അതിജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുവാനായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിനാൽ പ്രയാസപ്പെടുന്നവരോടും പീഡിതപ്പെടുന്നവരോടും നമുക്ക് സഹതാപമേ തോന്നാവുള്ളൂ. മറിച്ച് അവരെ വിമർശിച്ച് കുറ്റപ്പെടുത്തുന്നവരെ യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് വിളിക്കുവാൻ യോഗ്യനല്ല. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. അതിനാൽ നിങ്ങൾ ആരെയും വിധിക്കരുതെന്ന യേശുവിൻ്റെ കൽപ്പന നാം മറക്കരുത്. അതിനാൽ ആരെയും നാം ഒരു കാരണവശാലും അവരുടെ പൂർവികരുടെ പ്രവൃത്തിയുടെ ദോഷമാണ് അവരനുഭവിക്കുന്ന ഈ കഷ്ടതകളെന്ന് ഒരു കാരണവശാലും നമുക്ക് പറയുവാൻ അധികാരം ഇല്ല. സമ്പൽ സമൃദ്ധിയുടെ പർദീസയായ ഏദനിൽ നിന്നും പുറത്താക്കപ്പെട്ട മനുഷ്യനോട് നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. ഇപ്രകാരം ശാപത്തിൻ്റെ ഫലമായി ഭൂമിയിൽ മനുഷ്യൻ കഷ്ടപ്പെടുന്നതിന് നാം പലപ്പോഴും പല കാരണങ്ങളും ഉണ്ടാക്കും. അത് കണ്ടെത്തുകയും ചെയ്യും. അതിനാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം നമുക്ക് ദൈവം തന്നാലും നാം സംതൃപ്തിയോടെ സ്വീകരിക്കുവാനുള്ള മനസ്സിൽ ഉള്ളവരായി തീരണം. അതിനായി ഉള്ള കൃപ ലഭിക്കുന്നതിന് ദൈവത്തോട് നാം അപേക്ഷിക്കുകയാണ് വേണ്ടിയത്. താങ്ക് യു.